നമസ്കാരം. ഇന്ന് ഞാൻ 8ാം ക്ലാസ്സിലെ സാന്ദ്ര സൗഹൃദം എന്ന പാഠമാണ് എടുക്കുന്നത്. സാന്ദ്ര സൗഹൃദം പറഞ്ഞാൽ എന്താ? സാന്ദ്രം പറഞ്ഞാൽ ദൃഢം, അത്രയും ബലമുള്ള, അല്ലെ, ആർക്കും തകർക്കാൻ പറ്റാത്ത സൗഹൃദം, സ്നേഹം. സൗഹൃദം പറഞ്ഞാൽ സ്നേഹം, സ്നേഹബന്ധം. ചിലപ്പോൾ കൂട്ടുകാർ തമ്മിലുള്ള സ്നേഹബന്ധം അത്രയും ദൃഢമാണ്. അതാണ് സാന്ദ്ര സൗഹൃദം. ഈ സാന്ദ്ര സൗഹൃദം എന്ന പാഠം ഏത് പാഠഭാഗത്തിൽ നിന്ന് എടുത്തതാണ്? കുചേലവൃത്തം വഞ്ചിപ്പാട്ടിൽ നിന്ന് എടുത്താണ്. ആരാണ് എഴുതിയിരിക്കുന്നത്? രാമപുരത്തു വാര്യർ. രാമപുരത്തു വാര്യരുടെ കുചേലവൃത്തം വഞ്ചിപ്പാട്ടിലെ കുറച്ച് ഭാഗമാണ് ഏത് സാന്ദ്ര സൗഹൃദം എന്നത്. കോട്ടയം ജില്ലയിലെ രാമപുരത്താണ് രാമപുരത്തു വാര്യർ ജനിച്ചത്, അല്ലെ. അദ്ദേഹം മാർത്താണ്ഡവർമ്മ രാജാവിന്റെ ആശ്രിതനായിരുന്നു ആര്? രാമപുരത്ത് വാര്യർ, അല്ലെ. അദ്ദേഹം ഒരുപാട് ദാരിദ്ര്യമൊക്കെ അനുഭവിച്ച ആളാണ്. അപ്പൊ അയാൾക്ക് ഭയങ്കര ദാരിദ്ര്യമായപ്പോ അയാൾ ആരെ കാണാൻ പോവുകയാണ്? മാർത്താണ്ഡ രാജാവിനെ കാണാനായിട്ട് ഒരു ക്ഷേത്രത്തില് പോവുകയാണ്. അവിടെ വെച്ച് രാജാവിനെ കാണുകയും തന്റെ ദാരിദ്ര്യത്തെ കുറിച്ച് കുചേലന്റെ കഥ, കുചേലൻ തന്നെ ദാരിദ്ര്യം, അല്ലെ, നമ്മൾ അറിയാലോ. അപ്പൊ ആ കുചേലന്റെ കഥയായിട്ട് എഴുതി തന്റെ ജീവിതാവസ്ഥ ആരെ ധരിപ്പിക്കുകയാണ്? മാർത്താണ്ഡവർമ്മയെ ധരിപ്പിക്കുകയും അത് രാജാവ് മനസ്സിലാക്കി അദ്ദേഹത്തിന്റെ ദാരിദ്ര്യം ഇല്ലാതാക്കുകയും ചെയ്യാം. അതിനെ അടിസ്ഥാനമാക്കി എഴുതിയതാണ് കുചേലവൃത്തം വഞ്ചിപ്പാട്ട്. രണ്ടാം കൂടി തോണി യാത്ര ചെയ്യുമ്പോൾ അങ്ങനെ ആ വഞ്ചിയിലിരുന്ന് ആ ഈണത്തിൽ തോണിയുടെ വഞ്ചിപ്പാട്ടിന്റെ വൃത്തത്തിൽ ഒരു കവിത രചിക്കുകയും ചെയ്തു. അത് തന്നെയാണ് കുചേലവൃത്തം വഞ്ചിപ്പാട്ട്. നമുക്കിനി കവിത നോക്കാം, അല്ലെ. സാന്ദ്ര സൗഹൃദം. സാന്ദ്രമാണ് ദൃഢം, സൗഹൃദ സ്നേഹം, അത്രയും ദൃഢമായ, ആർക്കും തകർക്കാൻ പറ്റാത്ത സ്നേഹബന്ധം. ഇവിടെ പണ്ട് ഗുരുകുല വിദ്യാഭ്യാസമായിരുന്നു നിലനിന്നത്. അപ്പൊ ശ്രീകൃഷ്ണനും കുചേലനും ആരുടെ? സന്ദീപന മഹർഷിയുടെ ആശ്രമത്തിലായിരുന്നു ഗുരുകുല വിദ്യാഭ്യാസം നടത്തിയത്. എന്താ ഗുരുകുല വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ? ഗുരുവിന്റെ വീട്ടിലിരുന്ന് എല്ലാ ജോലികളും ചെയ്ത് പഠിക്കണം. അവിടെ ചെറിയവൻ വലിയവൻ എന്നില്ല, അല്ലെ. അപ്പൊ ശ്രീകൃഷ്ണനോ കുചേലൻ ഏറ്റവും ദാരിദ്ര്യനാണ്, ശ്രീകൃഷ്ണനോ ഏറ്റവും സമ്പന്നനാണ്, രാജാവാ, അല്ലെ. അപ്പൊ അത്രയും ഉള്ള ആൾക്കാർ. അപ്പൊ എല്ലാവരും ഒരേപോലെ ഗുരുവിന്റെ വീട്ടില് എല്ലാ ജോലികളും ചെയ്ത് പഠിക്കണമെന്നായിരുന്നു. അങ്ങനെ ശ്രീകൃഷ്ണന്റെയും കുചേലന്റെയും ഗുരുവായ സാന്ദീപന മഹർഷിയുടെ ആശ്രമത്തില് ഇവരെ ഗുരുകുല വിദ്യാഭ്യാസം നടക്കുന്ന സമയത്താണ് കഥാസന്ദർഭം. കുചേലന്റെ പേര് സുധാമൻ എന്നാണ്, അല്ലെ. നമ്മള് കുചേലൻ എന്നുള്ള ദരിദ്രൻ എന്ന അർത്ഥത്തിലാണ്. സുധാമൻ എന്നാണ് ശരിക്കും കുചേലന്റെ പേര്, അല്ലെ. ശ്രീകൃഷ്ണനും കുചേലനും കൂടി ആക്കുക. നോക്കിനി കവിത നോക്കൂ. സാന്ദീപിനി ഗ്രഹേ പണ്ടു സാഹസാൽ കഴിഞ്ഞതും നാം സാദരം വേദശാസ്ത്രങ്ങൾ അഭ്യസിച്ചതും. സാന്ദീപിനി മഹർഷിയുടെ ആശ്രമത്തിലാണ് ആരോഗ്യ വിദ്യാഭ്യാസം ചെയ്തിരുന്നത്, അല്ലെ. ഗുരുകുല വിദ്യാഭ്യാസം നടത്തിയിരുന്നത്. അതാണ് സാന്ദീപിനി ഗ്രഹേ. ശ്രീകൃഷ്ണന്റെയും കുചേലന്റെ ഗുരുവിന്റെ പേരാണ് സാന്ദീപിനി മഹർഷി, അല്ലെ. അവിടെ ഗ്രഹേ വീട്ടില്, ഗ്രഹേന വീട്ടിൽ, പണ്ടു സാഹസാൽ കഴിഞ്ഞതും നാം, നമ്മ സാഹസമായി പലതും കഴിഞ്ഞു, അല്ലെ. അത്ഭുതമായ പല പ്രവൃത്തികളും സാഹസമായിരുന്നു, വല്ലാത്ത സാഹസമായിരുന്നു അത് എന്ന് പറയില്ലേ. നമ്മൾ ചിന്തിക്കാൻ പറ്റിയതിന്റെ അപ്പുറം, അതിനെയാണ് സാഹസം എന്ന് പറയും, അല്ലെ. അപ്പൊ സാഹസത്താൽ കഴിഞ്ഞതും നാം, നമ്മള് ആ ഗുരുവിന്റെ വീട്ടിലെ ആ ഗുരുകുല വിദ്യാഭ്യാസത്തെ പല സാഹസങ്ങളായി ഏർപ്പെട്ടിരുന്നു, അല്ലെ എന്ന് പറയാൻ. അതാണ് ഇത് കഴിഞ്ഞിട്ട് ഗുരുകുല വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞ് കുറെ കാലം കഴിഞ്ഞ കുചേലൻ ശ്രീകൃഷ്ണനെ കാണാൻ വരുന്ന സന്ദർഭം, അല്ലെ. അപ്പൊ വരുമ്പോ രണ്ടാളും ഓർമ്മ പുതുക്കുകയാണ് ഒന്നും കൂടി. അപ്പൊ പറയും സാഹസത്താൽ കഴിഞ്ഞതും നാം സാദരം. സാദരം പറഞ്ഞ എന്താണ്? ആദരവോടുകൂടി, അല്ലെ. നമ്മൾ ആദരവ് കൂടി വേദശാസ്ത്രങ്ങൾ പഠിച്ചതും, വേദങ്ങളും ശസ്ത്രങ്ങളും, അല്ലെ, ശസ്ത്രങ്ങളും അഭ്യസിച്ചതും. നമ്മൾ എത്ര അവിടെ അഭ്യസിച്ചു? വേദങ്ങളും ശാസ്ത്രങ്ങളും എല്ലാം അഭ്യസിച്ചതും. സാന്ദ്ര സൗഹൃദ സംബന്ധം. നമ്മൾ അവിടെ ആ ഗുരുകുല വിദ്യാഭ്യാസത്തിൽ വെച്ച് നമ്മള് സാന്ദ്രമായ ഒരു സൗഹൃദം നമ്മൾക്കുണ്ടായി, സംബന്ധിച്ചു, അല്ലെ. എന്ന് പറഞ്ഞാൽ ആ ദൃഢമായ ഒരു സ്നേഹബന്ധം നമ്മൾ രണ്ടും തമ്മിലും ഉണ്ടായി എന്നതും. അതാണ് സാന്ദ്ര സൗഹൃദ സംബന്ധം നമ്മിൽ ഉണ്ടായതും. സഹേ കൂട്ടുകാരാ, അല്ലെ. നമ്മിൽ ഉണ്ടായതും ഒരു നല്ല ദൃഢമായ ബന്ധം അവിടെ വെച്ചാണ് നമുക്ക് ഉണ്ടായത്. സാരനായ ഭവാനൊന്നും മറന്നില്ലല്ലേ, അല്ലെ. ശ്രീകൃഷ്ണൻ വലിയ രാജാവായി, ഇപ്പൊ വലിയ, അല്ലെ,
എല്ലാവരും ആരാധിക്കുന്ന ഒരു പുരുഷനായിട്ടായിട്ടും ഒന്നും മറന്നില്ലല്ലോ, അങ്ങ് ഒന്നും മറന്നില്ലേ? കുചേലൻ പറയാണ് അല്ലേ, അങ്ങ് ഇത് സാരനായവ ഏറ്റവും നല്ല വലിയ രാജാവായിട്ട് പോലും ഇതൊന്നും സാരമായിട്ട്, സാരം പറഞ്ഞ അർത്ഥം എന്നാണ് അല്ലെ, അർത്ഥം പറഞ്ഞ ധനാണ്. സാരനായ അർത്ഥമായ നിറയെ ധനം ഒക്കെ ഉണ്ടായിട്ടും താൻ ആ വന്ന കാലം, തന്റെ വിദ്യാഭ്യാസം ചെയ്ത കാലമൊന്നും മറന്നില്ലല്ലോ. മറന്നില്ലല്ലോ. ഗുരുപത്നി നിയോഗേന, അന്ന് നമ്മൾ ഗുരുകുല വിദ്യാഭ്യാസമാകുമ്പോൾ ഗുരുവിന്റെ പത്നി എന്ത് ജോലി പറഞ്ഞാലും ചെയ്യണം എന്നാണ്. അപ്പൊ ഗുരുപത്നി ഇവരെ ഒരു ജോലി നിയോഗിച്ചു, ചെയ്യാനായിട്ട് ഏർപ്പെടുത്തി. കഥാചന എന്താ, ഒരിക്കൽ ഒരു ദിവസം ഗുരുപത്നി ഇവരുടെ ഒരു ജോലി ഏൽപ്പിച്ചു. നാം എല്ലാവരും ഒരുമിച്ച് വിറകില്ലാഞ്ഞിട്ട് പോയതും. എന്താണ് ജോലി ഏൽപ്പിച്ചത്? കാട്ടിൽ പോയിട്ട് കുറെ വിറക് ശേഖരിക്കാനാണ് ഇവരെ ആരേൽപ്പിച്ചത്? ഗുരുപത്നി അല്ലെ. അപ്പൊ പറയാണ് വിറകില്ലാഞ്ഞിട്ട് ഇവരെല്ലാവരും കൂടി ഒരുമിച്ച് വിറകില്ലാഞ്ഞിട്ട് വിറക് വെറുക്കാനായിട്ട് എവിടേക്ക് പോയി? കാട്ടിലേക്ക് പോയതും. പെരുങ്കാട് പറഞ്ഞാൽ കൊടുങ്കാട് അല്ലെ, ആളൊന്നുമില്ല, അത്രയും തിക്കായ കൊടുങ്കാട്ടിലാണ് പോയത്, അതാണ് പെരുങ്കാട്ടിൽ. പൂക്കാന്ന് പ്രവേശിക്കുക, ആ വലിയ കാട്ടിലേക്ക് പ്രവേശിച്ചു. നമ്മൾ എന്തെങ്കിലും ഇങ്ങനെ ഇൻട്രസ്റ്റോടെ ചെയ്യുമ്പോൾ നമ്മൾ സ്ഥലകാലങ്ങളൊക്കെ മറക്കും അല്ലെ. ഇവരിങ്ങനെ വിറക് പെറുക്കി ഇങ്ങനെ വിറക് ശേഖരിച്ച് എവിടേക്ക് എത്തി? കാടിന്റെ ഉള്ളിലേക്ക് എത്തി. അത് വലിയൊരു കൊടുങ്കാട് അല്ലെ. ആ കൊടുങ്കാട്ടിലേക്ക് പൂക്കാണ് പ്രവേശിച്ചു. ഇന്ധനം ഒടിച്ചു കെട്ടിവെച്ചതും. ഇന്ധനം വിറക് അല്ലെ, വിറകൊക്കെ ഒടിച്ചു മരങ്ങളിൽ നിന്നൊക്കെ ഉണക്ക വിറകെല്ലാം പൊട്ടിച്ച് അടുക്കി കെട്ടിയൊക്കെ വെച്ചു. അതാണ് ഒടിച്ചു കെട്ടിവെച്ചതും. അരുണൻ അസ്തമിച്ചതും. അവരൊന്നും അറിഞ്ഞില്ല, സമയമൊന്നും അറിഞ്ഞില്ല. കാട്ടിന്റെ ഉള്ളിൽ ഇങ്ങനെ വിറക് ശേഖരിച്ചു കൊണ്ടേയിരുന്നാണ്. ആ സമയത്താണ് സൂര്യൻ അസ്തമിച്ചു. അരുണൻ പറഞ്ഞെന്താ? സൂര്യൻ അല്ലെ. അരുണൻ അസ്തമിച്ചതും. അരുണൻ മറന്നില്ലേ അല്ലേ, എന്താ പറയുന്ന, മറന്നില്ലല്ലേ, അതൊക്കെ മറന്നില്ലല്ലോ. അവര് ഓർത്തില്ല അല്ലെ. നമ്മൾ ചിലപ്പോൾ ഓരോ ജോലി ചെയ്യുമ്പോൾ നമുക്ക് സമയമില്ല. നിങ്ങള് ഗ്രൗണ്ടിലൊക്കെ ഇങ്ങനെ കളിക്കുമ്പോൾ രാത്രി ഏതറിയില്ല, കളി തന്നെ പിന്നെ കുറെ നോക്കുമ്പോഴാണ് നല്ല ഇറ്റാകുമ്പോ അയ്യോ അമ്മ ചീത്ത പറയുമ്പോൾ ഓടുക അല്ലെ. അതുപോലെ അവരും അതൊന്നും മറന്നു അല്ലെ. എല്ലാം മറന്നിട്ട് വിറക് ഇങ്ങനെ പറ്റുന്ന. സൂര്യൻ അസ്തമിച്ചു, ഭയങ്കരമായ രാത്രിയായി. കൂരിരുട്ട് അല്ലെ, കൂരിട്ടിട്ട് ഇങ്ങനെ ആകസ്മികമായി ഒരു മഹാമഴയും, ആകസ്മികമെന്ന അവിചാരികമായി ഒരു മഴയും വന്നു. വലിയ അല്ലെ, നല്ല ഇരുട്ടുമായി. പെട്ടെന്നാണ് ഒരു മഹാമഴ, പെരുമഴ പറയില്ലേ, മഹാമഴയും കൂടി വന്നു. എല്ലാം കൂടി വന്നു. പിന്നെയോ കൂടി വന്നു പറഞ്ഞാൽ കൊടുങ്കാറ്റും, നല്ല കാറ്റും വീശി ഇല്ലേ. കൊടുങ്കാറ്റ് പറഞ്ഞാൽ ശക്തമായ കാറ്റും കൂടിയിട്ട് അസ്മാകം, അതെല്ലാം കൂടിയിട്ട് ഞങ്ങളുടെ മോഹമേറെ വളർത്തതും ഉഷപ്പോളെ തകർത്തതും അല്ലെ. എന്താ പറയുന്നത്? അതെല്ലാം കൂടിയിട്ട് ഈ കാറ്റും മഴയും ഇരട്ടും അവർ ആ സന്തോഷം, മോഹം, ആഗ്രഹങ്ങൾ ഏറെ എന്ത് ചെയ്തു? ആ വളർത്തതും ഉഷപ്പോള അല്ലെ, തകർത്തതും. നമ്മള് പോള പെട്ടെന്ന് പൊട്ടിപ്പോകും അല്ലെ, അതുപോലെ നമ്മുടെ എല്ലാ സന്തോഷവും അവിടെ തകർത്തു പോയി അല്ലെ, തകർന്നു പോയി. ഊഹിച്ചെടുത്തു നാം എല്ലാവരും ഒരുമിച്ചു. കുറെ കുട്ടികളൊക്കെ കൂടിയല്ലേ പോയത്. അപ്പൊ എല്ലാവരും കൂടി വിളിച്ച് ഊഹിക്കാണ്. എല്ലാവരും കൂടി എവിടെയാണ് പേരൊക്കെ വിളിച്ച് എല്ലാവരും കൂടി ഒരുമിച്ച്, നാം എല്ലാവരും കൂടി ഒരുമിച്ചതും. പാർത്തിരയാതെ എന്നു പറന്നു പോവും കാറ്റത്തുനിന്ന് ഉൾക്കാമ്പിൽ ഓർത്തൊരു തുരുപ്പിനുള്ളിൽ ഒളിച്ചു അന്യോന്യം. പാർത്തിരിക്കാതെ, ചിന്തിക്കാതെ യവനും കൊടുങ്കാറ്റ് വന്നു. അപ്പൊ എല്ലാവരും പറന്നു പോകുന്ന പേടിച്ചിട്ട് ഇങ്ങനെ കെട്ടിപ്പിടിച്ച് നിൽക്കുക അല്ലെ. രണ്ടാളും കൂടി ഇങ്ങനെ കെട്ടിപ്പിടിച്ചിരിക്കുമ്പോ കാറ്റത്ത് പറന്നു പോയില്ലല്ലോ. അപ്പൊ പാട്ടിര പറന്നു പോവും കാറ്റത്ത് പറന്നു പോകും എന്ന് ഉൾക്കാമ്പ് മനസ്സിന്റെ ഉള്ളില് അല്ലെ, ഉൾക്കാമ്പിൽ ഓർത്തൊരു, അങ്ങനെ മനസ്സിൽ വിചാരിച്ചു നമ്മൾ ഈ കാറ്റത്ത് പറന്നു പോകുമോ എന്ന് പേടിച്ചിട്ട് ശ്രീകൃഷ്ണൻ കുചേലനും കൂടി ഇങ്ങനെ കെട്ടിപ്പിടിച്ചിട്ട് ഇരിക്കുകയാണ്. അതാണ് ഉൾക്കാമ്പിൽ എന്ത് ഓർത്തൊരു തുരപ്പിനുള്ളിൽ ഒളിച്ചു അന്യോന്യം. മഴ കൊള്ളും വേണ്ടിയിരിക്കണ്ടേ, ഒരു തുരപ്പിനുള്ളിൽ, ഒരു തുരത്ത് പറഞ്ഞാൽ ചെറിയ ഗുഹയാകാം, അല്ലെങ്കിൽ മരങ്ങൾ കൊണ്ട് കുടിൽ പോലെ അല്ലെ. അതിന്റെ ഉള്ളില് അന്യോന്യം, അതാണ് ഒരു തുരപ്പിനുള്ളിൽ, അതിന്റെ ഉള്ളിലേക്ക് മുളഞ്ഞു അല്ലെ. തുരുപ്പിനുള്ളിൽ ഒളിച്ചു അന്യോന്യം. പരസ്പരം എല്ലാവരും ഇങ്ങനെ പരസ്പരം കെട്ടിപ്പിടിച്ച്
എല്ലാവരും കൂടി ആ തുരത്തിന്റെ ഉള്ളിൽ പോയിട്ട് ഇങ്ങനെ എന്ത് ചെയ്യുന്നു, ഒളിച്ചിരുന്നു. ഒളിക്കുക പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ മഴ കൊള്ളാതെ കാറ്റ് കൊള്ളാതെ അതിൻ്റെ ഉള്ളിൽ പോയി ഇരുന്നു. കോർത്തു കൈകൾ പിടിച്ചതും, എല്ലാവരും ഒപ്പം വഴി തെറ്റാൻ പറ്റില്ല, പറന്നു പോകാൻ പറ്റില്ല അല്ലെ, എല്ലാവരും അപ്പൊ കൈ ഇങ്ങനെ കോർത്ത് പിടിച്ചിരിക്കുകയാണ്. കോർത്തു കൈകൾ പിടിച്ചതും പിന്നെ പേടി തീരും വണ്ണം, രാത്രിയായി ഇരട്ടായി കാട്ടിൽ മൃഗങ്ങൾ ഉണ്ടാവും അല്ലെ, കുട്ടികൾക്ക് ഇരട്ടി പറഞ്ഞാൽ തന്നെ പേടിയാ, പിന്നെ ഈ കൊടുങ്കാട്ടിൽ പെട്ടാലോ അവർ പേടിക്കാൻ തുടങ്ങി. പേടിയാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അടുത്താളെ പേടി ഇല്ലാതിരിക്കാൻ ഒരു ശക്തിക്ക് നമ്മൾ മറ്റാളും പുറകെ പിടിക്കും അല്ലെ. അതുകൊണ്ട് അവരെ എന്ത് ചെയ്തു, കൈകൾ കോർത്ത് പിടിച്ചതും പിന്നെ പേടി തീരും വണ്ണം, പേടി തീരുവണ്ണം എന്താണ്, പേടി മാറുന്നത് വരെ അവരെ എന്ത് ചെയ്തു, ആ കെട്ടിപ്പിടിച്ച ആ തുരത്തിനുള്ളിൽ ഇങ്ങനെ തന്നെ ഇരുന്നു. മാർത്താണ്ഡനും ഉദിച്ചതും മറന്നില്ലല്ലേ. എന്നിട്ടോ നേരം വെളുക്കുന്നത് വരെ ആ തുരത്തിനുള്ളിൽ ഇരുന്നു. മാർത്താണ്ഡൻ സൂര്യൻ, സൂര്യൻ ഉദിച്ചതുപോലും മറന്നില്ലല്ലോ. അതുകൊണ്ട് അവരങ്ങനെ ഇരുന്നു അല്ലെ. സൂര്യൻ ഉദിച്ചതുപോലെ അവർ അറിഞ്ഞില്ല, പേടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുക. ഉദിച്ചതൊന്നും അവര് അറിഞ്ഞിട്ടേ ഇല്ല. താപസൻ അന്തിക്കു നമ്മെ കാണാനിട്ട് പത്നിയോട് കോപിച്ചതും അല്ലെ. എന്ത് ചെയ്തു, നമ്മുടെ ഗുരു സന്യാസി, താപസം പറഞ്ഞ സന്യാസി എന്നാണ്, ഗുരു അല്ലെ. ആര് ഗുരു? സാന്ദീപന മഹർഷി. ആ സാന്ദീപന മഹർഷി അന്ത്യാവനത സന്ധ്യാസമയം അല്ലെ, വൈകുന്നേരമായിട്ടും കുട്ടികളെ കാണാനില്ല. വിറകയിൽ പോയതല്ലേ, രാത്രി അമ്മയ്ക്ക് വീടെത്തേണ്ടതല്ലേ, എത്തിയിട്ടില്ല. അന്തിക്ക് നമ്മെ കാണാനിട്ട്, ഇവരെ കുട്ടികളെ കാണാനിട്ട് പത്നിയോട് കോപിച്ചതും അല്ലെ, പത്നിയോട് തന്റെ ഭാര്യയോട് ദേഷ്യപ്പെടുകയാണ്. ഈ കുട്ടികളെ എന്തിനാണ് കാട്ടിലേക്ക് ഈ രാത്രി അയച്ചത് അല്ലെ, വല്ല ആപത്ത് സംഭവിച്ചാലോ അല്ലെ, അതിനൊക്കെ മറുപടി പറയണ്ടേ. അപ്പൊ പറയാണ്, അത് നമ്മെ കാണാനിട്ട് പത്നിയോട് കോപിച്ചു, ദേഷ്യപ്പെട്ടു. പുലർക്കാലെ തിരഞ്ഞു കാണാൻ, അങ്ങനെ പുലർക്കാലെ അദ്ദേഹം ഇവരെ തിരിഞ്ഞ് കാട്ടിലേക്ക് വരികയാണ്. തിരഞ്ഞു കാണാൻ താപം പൂണ്ട് താനെ പുറപ്പെട്ട നേരം, ദേഷ്യം കൊണ്ട് താനെ പുറപ്പെട്ടു. ആരോട്? നിയോഗത്തല്ല അല്ലെ, തന്റെ കുട്ടികളെ, വിദ്യാർത്ഥികളെ കാണാതെ അവരെ തിരഞ്ഞുകൊണ്ട് കാട്ടിലേക്ക് സന്യാസി പുറപ്പെട്ട നേരം കുളിർന്നു നാം, നേരം വെളുത്തു അല്ലെ, കുളിർന്നു നാം പേടിച്ചും വിറകും, മഴയൊക്കെ നനഞ്ഞു കുളിർന്ന് തണുപ്പത്ത് അല്ലെ, കുളിർന്നു നാം പേടിച്ച് വിറകും കൊണ്ട് അരികിൽ ചെന്നു. സന്യാസിയെ കണ്ടപ്പോ തലയിൽ വിറകൊക്കെ ഇട്ട് ഇങ്ങനെ വരികയാണ് അല്ലെ. സന്യാസിനെ പേടിക്കുകയും ചെയ്തു. ഗുരു ചീത്ത പറയില്ലേ, രാത്രി പോയിട്ടില്ലല്ലോ അല്ലെ, വീട്ടിലേക്ക് പോയിട്ടില്ലല്ലോ, അപ്പൊ ഇത്ര നേരം വരാതെ എന്നാ ചീത്ത പറയും. അപ്പൊ പേടിച്ച് വിറകം കൊണ്ട് അരികിൽ ചെന്നു. ഗുരു ഇനി എന്തു പറയും, ചീത്ത പറയോ തല്ലോ എന്നൊക്കെ പേടിച്ചിട്ട് ഗുരുവിന്റെ അടുത്ത് ചെന്നതും ചെമ്മേ വീണു നമസ്കരിച്ചതും, വേഗം എന്ത് ചെയ്തു, ഗുരുവിന്റെ കാൽക്കൽ വീണ് നമസ്കരിച്ചതും മഹാമുനി മോദാൽ പറഞ്ഞെന്താ, ആമോദം, സന്തോഷത്തോടുകൂടി വേഗം കുട്ടികളെ എണീപ്പിച്ചു അല്ല. മഹാമുനി എന്ന് പറയുന്നില്ല, അത്രയും സ്നേഹമുള്ള ആ സാന്ദീപന മഹർഷി വേഗം എണീറ്റ് നമ്മയെല്ലാം അനുഗ്രഹിച്ചതും, കാല് നമസ്കരിച്ചപ്പോ സ്നേഹത്തോടെ പിടിച്ച് എല്ലാവരെയും അനുഗ്രഹിച്ചതും തോന്നുന്നേ അല്ലെ. അതൊക്കെ ഇന്ന് കഴിഞ്ഞതുപോലെ തോന്നുന്നേ അല്ലെ എന്ന് പറയാം. നന്മ നമുക്കതേ ഉള്ളൂ, നമുക്ക് അത് നമ്മുടെ മനസ്സിലെ ഏറ്റവും വലിയ നന്മയാണ് അല്ലെ. നന്മ നമുക്കതേ ഉള്ളൂ. ഏതാണ് ഈ നന്മ? ഗുരു കടാക്ഷം, ഗുരുവിന്റെ കടാക്ഷം, ആ അനുഗ്രഹം, അതാണ് നമ്മുടെ മനസ്സിൽ ഇന്നും നമുക്ക് ആ നന്മയായിട്ട്, ആ ഗുരുവിന്റെ മനസ്സിലെ നന്മയാണ് ഇന്നും നമുക്ക് ഈ സുഹൃതം അല്ലെ, ഈ നിലയിലെത്താൻ ആ ഗുരുവിന്റെ മനസ്സിലെ നന്മയാണ്. അതാണ് നന്മ നമുക്കതേ ഉള്ളൂ, ഗുരുവിൽ നിന്ന് നമുക്ക് നന്മയാണ് കിട്ടിയത്. ആ ഗുരു കടാക്ഷം, ഗുരുവിന്റെ കടാക്ഷം എന്ന് പറയാൻ. കൂടാതെ ജന്മസാഫല്യം വരുമോ? ഒരിക്കലും ഗുരുവിന്റെ കടാക്ഷമില്ലെങ്കിൽ നമ്മൾ ജന്മസാഫല്യം, നമുക്ക് സാഫല്യം എന്താണ്? ഫലങ്ങൾ അല്ലെ. നമ്മുടെ ജന്മത്തിൽ നമ്മൾ പലതും ആഗ്രഹിക്കും, അതൊക്കെ നേടണമെങ്കിൽ ഗുരുവിന്റെ എന്ത് വേണം? അനുഗ്രഹം വേണം പറയണം. അതാണ് ഗുരു കടാക്ഷം, ഗുരുവിന്റെ അനുഗ്രഹം വേണം എന്നത്. വരുമോ ജനിച്ചാൽ ആർക്കും? ഗുരു പറഞ്ഞ ശരിക്കും മുതിർന്നവർ എന്നാണ് അല്ലെ. നമ്മുടെ ഗുരുനാഥന്റെ മാത്രമല്ല, അച്ഛനും അമ്മയും എല്ലാവരും നമ്മൾ ഗുരുക്കളായിട്ടാണ് കാണുന്നത്. അവരുടെ ഒക്കെ അനുഗ്രഹം ഉണ്ടായാലേ നമ്മുടെ ജീവിതത്തില് ഉയർച്ചയുണ്ടാവുള്ളൂ എന്നും കൂടിയാണ് ആ കവിതയില് എന്ത് ചെയ്യുന്നത്, പറയുന്നത് അല്ലെ. അവരുടെ കടാക്ഷം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തില് വിജയം ഉണ്ടാകൂ എന്നത്. ഈ കവിതയില് അത് മാത്രമല്ല, ഗുരുക്കട അനുഗ്രഹം മാത്രമല്ല ഉദ്ദേശിക്കുന്നത്, ആ കാലത്തെ വിദ്യാഭ്യാസ രീതി അല്ലെ. എല്ലാവരെയും ഒരേപോലെ കാണുന്നു, സമത്വം കാണുന്നു. അവിടെ
രാജാവായ അല്ലെങ്കിൽ ഈശ്വര തുല്യനായ ശ്രീകൃഷ്ണനും ദരിദ്രനായ കുചേലനെയും ഒന്നായിട്ടാണ് ആര് സാന്ത്വനി മഹർഷി കാണുന്നത് അല്ലെ. രണ്ടാളെയും ഒപ്പോടെ കാട്ടിലേക്ക് എന്തെയ്യുന്നു ഒന്നിച്ചിട്ടാണ് കാട്ടിലേക്ക് വിറക് പെറുക്കാനായിട്ട് അയക്കുന്നത്. അല്ലാതെ എന്തെയ്യുന്നു ശ്രീകൃഷ്ണൻ രാജാവാണ് അല്ലേ അങ്ങനെയല്ല അതെല്ലാം പറഞ്ഞ് ധനികനാണ് എന്ന് പറഞ്ഞ കാട്ടിലേക്ക് അയക്കാതിരുന്നു ഇല്ല. അവിടെ സമത്വമുണ്ട്. അതാണ് ആ കയ്യില് അന്നത്തെ ഗുരുകുല വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ ഒന്നിച്ചിരിക്കാനും സമത്വവും അവർക്ക് ജീവിക്കാനുള്ള ഒരു പ്രാപ്തി ഏത് ഘട്ടത്തിലും ജീവിതം തരണം ചെയ്യാനുള്ള ഒരു പ്രാപ്തിയൊക്കെ നേടുക എന്നതാണ് അന്നത്തെ ഗുരുകുല വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം അല്ലെ. അപ്പൊ അതൊക്കെയാണ് അതിന്റെ നമുക്ക് മനസ്സിലാക്കേണ്ടത്. അതുപോലെ ഗുരുവിന്റെ ആ നന്മയും നമ്മൾക്കുണ്ടാകുന്ന അനുഗ്രഹമൊക്കെയാണ് ഇതില് ഉണ്ടാകുന്നത്. ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഒരു വിഷയമായിട്ട് കാണാം. നന്ദി, നമസ്കാരം.